ഹലോ നമസ്കാരം. അല്ലു അർജുൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പുഷ്പ. ഈ സിനിമ അനൗൺസ് ചെയ്ത അന്നു മുതലേ ഒരുപാട് പ്രതീക്ഷകളുള്ള സിനിമയാണ്. നമുക്കറിയാം, സുകുമാറാണ് ഈ സിനിമയുടെ ഡയറക്ടർ. സുകുമാറാണ് അല്ലു അർജുന് ആര്യ എന്നൊരു സിനിമ കൊടുത്തത്. ആ സിനിമ കാരണമാണ് മലയാളത്തിലടക്കം മറ്റ് ഇൻഡസ്ട്രികളിലും അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ടായ ഒരു സിനിമയായിരുന്നു ആര്യ. ഇപ്പോൾ ആ ടീം വീണ്ടും ഒന്നിക്കുകയാണ്. പുഷ്പ ദി റൈസ് 2 പാർട്ടായിട്ടാണ് സിനിമ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ടീസറും സോങ്സിൻ്റെയും ബേസിൽ ഞങ്ങൾ അതിൻ്റെ ഒരു സ്റ്റോറി ഡീകോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാണ്ട് ഏകദേശം എങ്ങനെയായിരിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ പറയാണ്. നമുക്കറിയാം, ടൈറ്റിൽ പുഷ്പ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ടൈറ്റിലുണ്ട് മുഴുവൻ സ്റ്റോറി. അപ്പം അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവൻ കാണുക. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പോൾ ഉള്ള സകല റെക്കോർഡ് ഈ സിനിമ തകർക്കും. കാരണം അത്രയധികം ട്വിസ്റ്റും ടേൺസും ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും ഈ സിനിമയ്ക്കകത്തുണ്ട്. ഡിസംബർ 17 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മരക്കാറുണ്ടാകാൻ പോകുന്ന റെക്കോർഡിന് മേളിൽ ഇത് കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആഴ്ചകളോളം ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ വരും. എന്തായാലും ഇത് അല്ലു അർജുൻ ഫാൻസിന് ഒരു ആറാട്ട് തന്നെയായിരിക്കും ഈ സിനിമ. അപ്പോൾ എന്തായാലും അധികം ഞാൻ പറഞ്ഞ് സസ്പെൻസ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ടീസറിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ഫോറസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് നല്ലമല ഫോറസ്റ്റ് ആണ്. ആന്ധ്രാപ്രദേശിലെ കുർണോൾ എന്ന സ്ഥലത്തുള്ള ഫോറസ്റ്റ് ആണ് കാണിക്കുന്നത്. തൊട്ടടുത്ത ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അപ്പം അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വണ്ടി തന്നെയായിരിക്കും. ആ ഫോറസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്ന പോലീസ് ടീമായിരിക്കും അത്. നമുക്കറിയില്ല, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോവാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഒരാൾ സിഗ്നൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരാളെ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഫോറസ്റ്റിനുള്ളിൽ. അപ്പോൾ അയാൾ സിഗ്നൽ കൊടുക്കുന്നു. അപ്പം ഒരു ടീമിലുള്ള ഒരാളാണ്, അയാളെ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി അവിടെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. അടുത്ത ഫ്രെയിമിൽ നമ്മൾ കാണുന്നത് മുറിച്ചുകൊണ്ടിരുന്ന മരങ്ങളൊക്കെ, അതായത് മറ്റ് മരത്തിൻ്റെ മേളിലോട്ട് മരങ്ങളൊക്കെ വിടുന്ന ഒരു ഇത് കാണുന്നുണ്ട്. മരത്തിൻ്റെ മേളിലോട്ട് ഇത് കയറ്റി ഒളിപ്പിച്ച് വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മിക്കവാറും അല്ലു അർജുൻ്റെ ഇൻട്രോ അവിടെ ആയിരിക്കില്ല, പക്ഷെ അല്ലു അർജുൻ്റെ കൈയും കാലും നമ്മൾ കാണുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും അത് ഇൻട്രോ വരാൻ പോകുന്നത്. അതായത് മുറിച്ച മരങ്ങളൊക്കെ ഒളിപ്പിക്കുന്നു. അപ്പോൾ അവരൊരു ടീമായിട്ടാണ് വന്നേക്കുന്നത് മരം മുറിക്കാനായിട്ട്. അപ്പോൾ അത് ഒളിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ഫ്രെയിമിൽ പോലീസ് തിരിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പോലീസ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. വന്ന പോലീസ് ചെക്ക് ചെയ്ത് റുട്ടീൻ ചെക്കപ്പൊക്കെ നടത്തി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവരങ്ങനെ തിരിച്ചു പോകുന്നതായിട്ടാണ് നമുക്ക് അടുത്ത ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പോലീസ് പോയി കഴിഞ്ഞിട്ട് ആ നേരത്തെ സിഗ്നൽ കൊടുത്ത ആൾ തന്നെ അടുത്ത സിഗ്നൽ കൊടുക്കുന്നു. കുഴപ്പങ്ങളൊന്നുമില്ല, പോലീസ് പോയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒളിച്ചിരുന്നവരെല്ലാം പുറത്തു വരുന്നു. ഒളിപ്പിച്ചു വെച്ചിരുന്ന മരങ്ങളെല്ലാം തിരിച്ച് താഴെ ഇറക്കുന്നു. കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഫോറസ്റ്റാണ്. പെട്ടെന്ന് അത് രാത്രിയാകുന്നു, വൈകുന്നേരമായി. പെട്ടെന്ന് വെളിച്ചമൊക്കെ പോകാൻ തുടങ്ങി. ഉടനെ കുറേ ചെന്നായ്ക്കൾ വരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അല്ലു അർജുൻ്റെ ടീമിലുള്ളവരൊക്കെ ഒന്ന് പേടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഒരു വൂൾഫ് ഫൈറ്റ് ഉണ്ട്. അതിനെപ്പറ്റി ഇവർ പുറത്തു വിട്ടിട്ടില്ല, പക്ഷേ ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ കണ്ടതാണ്. അതായത് ഒരു വൂൾഫ് ഫൈറ്റ് ഉണ്ട് അല്ലു അർജുനുമായിട്ട് തുടക്കത്തിൽ തന്നെ. അതിനു വേണ്ടിയിട്ട് ഹോളിവുഡിൽ നിന്നും മറ്റും ടെക്നീഷ്യൻസ്മാരെ ഇറക്കിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കത് ഉറപ്പാണ്, അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും തിയേറ്ററിൽ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്തായിരിക്കും അല്ലു അർജുൻ ഇൻട്രോയും ഒരു കിടിലൻ ഫൈറ്റും വരാൻ പോകുന്നത്. ആ ഫൈറ്റ് അങ്ങനെ കഴിയുന്നു. അപ്പോഴത്തേക്കും ടീംമേറ്റ്സൊക്കെ ബാക്കിയുള്ളവരും ഒക്കെ ചോദിക്കും, അതായത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റി, ഇങ്ങനെ ക്രൂവലാവാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ആദ്യം റിലീസായ പാട്ട് വരുന്നത്, ദാക്കോ ദാക്കോ മേക്ക എന്നുള്ള പാട്ട് വരുന്നത്. അപ്പോൾ അത്രയും നേരം
ഇപ്പം അവരെ പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും വിചാരിച്ചിരിക്കുന്നത് എന്താ നടക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുന്നു. ഉടനെ പാട്ട് വരുന്നു, നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കുന്നു. അപ്പോൾ ആ സോങ് കഴിഞ്ഞു. അപ്പോൾ സോങ് കഴിഞ്ഞ് കഴിയുമ്പോൾ സുകുമാർ ഒന്നെങ്കിൽ ഒരു വോയിസ് ഓവർ ആയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും. അതായത് എങ്ങനെയാണ് ഇവർ ഈ സ്മഗ്ലിംഗ് നടത്തുന്നതും ഈ പോലീസിൽ നിന്നും ഇതെല്ലാം ഒളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും, അതായത് കുറേ കാലങ്ങളായിട്ട് ഇവർ ഇത് തന്നെയാണ് പണിയെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പവർഫുൾ വില്ലൻ്റെ എൻട്രി. അതായത് നമ്മുടെ ഫഹദ് ഫാസിലല്ല, പുള്ളിക്ക് വരാൻ സമയമാവുന്നുള്ളൂ. മറ്റൊരു വില്ലൻ, അതാരാ എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, നമുക്കത് തിയേറ്ററിൽ തന്നെ കാണാം. പുള്ളിയുടെയും പണി ഈ സ്മഗ്ലിംഗ് തന്നെയാണ്. പുള്ളിയുടെ എൻട്രി എങ്ങനെയാണ്, പുള്ളി വരുന്നു, സ്മഗ്ലിംഗ് ചെയ്യുന്നു, അതൊക്കെ കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അല്ലു അർജുൻ ഒരു ലോറി ഡ്രൈവറായിട്ടാണ് കാണുന്നത്. ലോറി ഡ്രൈവറായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, അതായത് അല്ലു അർജുന് മേളിൽ ഒരാളുണ്ട്. അല്ലു അർജുൻ അല്ല ഗ്യാങ് ലീഡർ, അയാൾക്ക് വേണ്ടിയിട്ടാണ് അല്ലു അർജുൻ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അല്ലു അർജുൻ ലോറിയായിട്ട് പോകുമ്പോൾ ഒരു വില്ലേജിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നു. ആ ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് നമ്മുടെ നായിക രശ്മിക മന്ദാനയെ കാണുന്നത്. അവിടെ വെച്ച് അദ്ദേഹം കാണുന്നു, പ്രണയത്തിലാവുന്നു, അങ്ങനെ പോകുന്നു. മൊത്തം സിനിമയിൽ 5 പാട്ടുകളുണ്ട്, ഒരു ഫെസ്റ്റിവൽ സോങ് ഉണ്ട്. മിക്കവാറും അത് ആ ടൈമിലായിരിക്കും ആ സോങ് വരുന്നത്. അപ്പോൾ അത്രയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രണയമൊക്കെ നടക്കുന്നു. അത് കഴിഞ്ഞപ്പം നമ്മുടെ വില്ലന് മനസ്സിലാവുന്നു, അതായത് പുള്ളിയേക്കാൾ കൂടുതൽ വേറെ ഏതോ ഒരു ടീം സ്മഗ്ലിംഗ് നടത്തുന്നു. പല പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് അവർ മരം മുറിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വില്ലന് മനസ്സിലാവുന്നു. അപ്പോൾ ഉടനെ വില്ലന് ഓഫ് കോഴ്സ് ദേഷ്യം വരും, കാരണം അവരെക്കാൾ കൂടുതൽ സ്മഗ്ലിംഗ് വേറൊരു ടീം നടത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ വില്ലൻ ഒരുപാട് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഹോൾഡൊക്കെ ഉണ്ട് രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട്. അങ്ങനെ അവരെ ഒരു സഹായം വെച്ചുകൊണ്ട് ഒരു നല്ലൊരു പോലീസ് ടീമിനെ തന്നെ ഇറക്കിക്കൊണ്ട് മറ്റവരെ പിടിക്കാമെന്നൊരു പ്ലാനിൽ ചെയ്യുന്നു. അങ്ങനെ പോലീസ് വരുന്നു. പെട്ടെന്നൊരു ദിവസം നമ്മുടെ അല്ലു അർജുൻ്റെ ഗ്യാങ്ങിൻ്റെ ലീഡറിനെ കാണാണ്ടാവുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അല്ലു അർജുനെ ശരിക്കും അതവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അല്ലു അർജുനും ടീമും ആളെ അന്വേഷിച്ചിറങ്ങുന്നു രാത്രി മൊത്തം. അപ്പോൾ നമുക്ക് ടീസറിൽ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ബോട്ട്, പല പല ബോട്ടുകൾ വെച്ച് അവർ റാന്തൽ വിളക്ക് വെച്ചുകൊണ്ട് അന്വേഷിച്ചിറങ്ങുന്നത്. അപ്പം ഒരു റൂമർ വന്നിരുന്നു, അവിടെ ഒരു ബോട്ട് ഫൈറ്റ് സീനുണ്ട്, അത് ഗംഭീരമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയില്ല, അത് അന്വേഷിച്ചിറങ്ങുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ വരെ അന്വേഷിച്ചിട്ടും ആളെ കാണുന്നില്ല. അപ്പം നമ്മുടെ ഈ ഗ്യാങ് ലീഡറിന് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് അമ്മയും മകനൊക്കെ ഉള്ളൊരു കുടുംബമുണ്ട്. പിന്നെയാണ് മനസ്സിലാവുന്നത് ആള് അതായത് നമ്മുടെ ഗ്യാങ് ലീഡർ മരിച്ചു എന്നുള്ളത്. അപ്പം അല്ലു അർജുൻ ഗ്യാങ് ലീഡറിൻ്റെ വീട്ടിലോട്ട് ചെല്ലുക. അപ്പം ഈ ഗ്യാങ് ലീഡറിൻ്റെ മകന് കണ്ണ് കാണാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ വെച്ച് ചില ഇമോഷണൽ സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് തിയേറ്ററിൽ കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് ആ ഗ്യാങ്ങിൻ്റെ ലീഡർ? ആരുമല്ല, നമ്മുടെ അല്ലു അർജുൻ. അതിൻ്റെ ഒരു പോസ്റ്റർ അവർ പുറത്ത് വിട്ടിരുന്നു, അല്ലു അർജുൻ ബുള്ളറ്റേ നിൽക്കുന്നത്. അങ്ങനെ ആ ഗ്യാങ്ങിൻ്റെ ലീഡറായിട്ട് അല്ലു അർജുൻ വരുവാണ്. അതിനിടയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് തിയേറ്ററിൽ കാണാം. അങ്ങനെ അല്ലു അർജുൻ ആ ഗ്യാങ്ങിൻ്റെ ലീഡറാവുന്നു. അങ്ങനെ അല്ലു അർജുൻ ഗ്യാങ് ലീഡറായി നെക്സ്റ്റ് ലെവൽ സ്മഗ്ലിംഗ് നടത്തിക്കൊണ്ടുവരുന്നു. അതായത് പോലീസ് പലതവണ ചേസ് ചെയ്തിട്ടും അദ്ദേഹത്തെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് അറിയാലോ, എപ്പോഴും ചതിയാണല്ലോ മെയിൻ. ചതിക്കപ്പെട്ടിട്ട് അല്ലു അർജുനെ പിടിക്കുന്നു. അങ്ങനെ പോലീസ് അല്ലു അർജുന് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അതായത് ഞങ്ങൾ ഇത്ര പേരെ നിനക്ക് തരും, കണ്ണ് കെട്ടിയിട്ടുണ്ടാവും, കൈ കെട്ടിയിട്ടുണ്ടാവും, നീ ഫൈറ്റ് ചെയ്തിടുവാണെങ്കിൽ നിന്നെ വെറുതെ വിടാമെന്ന് പറയും. അത് നമുക്ക് ടീസറിൽ കാണാൻ സാധിക്കുന്നുണ്ട്, അദ്ദേഹം മുഖമൊക്കെ മൂടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അത് ആ സമയത്താണ്. അങ്ങനെ പക്ഷേ അല്ലു അർജുൻ അത് ഏറ്റെടുക്കുന്നു. സംഭവം ഇത് നമ്മുടെ മെയിൻ വില്ലൻ പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ബീഹാറിൽ നിന്നും മറ്റും ഫൈറ്റേഴ്സിനെ ഇറക്കിക്കൊണ്ട് അല്ലു അർജുനെ തല്ലിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പോയിന്റിൽ അദ്ദേഹത്തിൻ്റെ മുഖംമൂടി മാറുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഇത് ചതിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ദേഷ്യത്തിൽ എല്ലാവരെയും ഇടിച്ചിട്ട് ഇടും. അതാണ് ആ ഫൈറ്റ് നമ്മൾ ആ ടീസറിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അല്ലു അർജുൻ
എല്ലാവരെയും കൊല്ലുന്നു, വില്ലനെ അടക്കം കൊല്ലുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഞെട്ടി. എല്ലാവരും വിചാരിക്കും ഇയാളായിരിക്കും വില്ലൻ എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് പോലീസ് അടക്കം ഞെട്ടി. അങ്ങനെയാണ് അവിടെ ഇൻ്റർവൽ ബ്ലോക്ക് ആയിരിക്കും മിക്കവാറും ആ ടൈമിൽ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പോലീസ് അന്വേഷിക്കും ആരാണ് ഈ പുഷ്പരാജ്, ഇയാൾ എങ്ങനെയാണ് ഇതിനു മാത്രം ക്രൂവലാവാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മുടെ ഫ്ലാഷ് ബാക്ക് വരുന്നത്. അപ്പം പോലീസിന് മനസ്സിലാവും ഇയാൾ ആരാ എന്താ. അതായത് ഞാനത് പറയുന്നില്ല, കാരണം അതും ഒരു സ്പോയിലറായിട്ട് വരും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് കഴിഞ്ഞ് അല്ലു അർജുൻ്റെ ബാക്കി കുടുംബവും കാര്യങ്ങളും കാണിക്കും. മനസ്സിലാവും അല്ലു അർജുൻ ഒരു സിസ്റ്ററുണ്ട്, ചേട്ടന്മാരുണ്ട്, കുടുംബമുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് നടക്കുന്നു. നമ്മളെ യൂഷ്വൽ ഫ്ലാഷ് ബാക്ക് തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. പെങ്ങളെ ഭയങ്കര കാര്യമാണ്. ആ സമയത്താണ് നമ്മുടെ അടുത്ത വില്ലൻ വരുന്നത്, സുനിൽ. തെലുങ്കിലൊക്കെ കോമഡി റോളുകളൊക്കെ ചെയ്ത ആള് ഭയങ്കര വില്ലനായിട്ടാണ് ഈ സിനിമയിൽ വരാൻ പോകുന്നത് അറിയാൻ സാധിച്ചത്. അദ്ദേഹം വന്ന് ഈ നമ്മുടെ അല്ലു അർജുൻ്റെ പെങ്ങളെ കാണുന്നു, കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഈ പെങ്ങളാണ് പുഷ്പ. ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന് മുന്നേ തുടക്കത്തിൽ വന്ന കഥകളും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കഥയും. അതായത് ഏകദേശം കഴിയാറായി. ഈ ഫ്ലാഷ് ബാക്കിന് ശേഷമായിരിക്കും നമ്മൾ കാത്തിരുന്ന ഫഹദ് ഫാസിലിൻ്റെ എൻട്രി വരാൻ പോകുന്നത്. ഫഹദ് ഫാസിലാണ് വില്ലനായിട്ട് വരുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു ഏകദേശ സ്റ്റോറിയാണ്, മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല. സ്പോയിലേഴ്സൊക്കെ ഉണ്ട്, ഇടയ്ക്ക് കുറേ സംഭവങ്ങളും ഉണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാം. എന്തായാലും ഈ ഒരു സിനിമ അതൊരു ഗംഭീര സംഭവം തന്നെയായിരിക്കും. നമ്മൾ യൂഷ്വലി കണ്ട് വരുന്ന ഒരു തെലുഗു സ്റ്റൈലിലോട്ടല്ല, മാസമാണ്, എന്നാൽ അതിലുപരി കുറച്ച് സ്റ്റോറിയൊക്കെയുള്ള നല്ലൊരു സിനിമയായിരിക്കും. അപ്പോൾ ഗെറ്റ് റെഡി അല്ലു അർജുൻ ഫാൻസ്, തകർക്കും. അപ്പം സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും താഴെ കമൻറ്റ് ചെയ്യുക. ഡിസംബർ 17 സിനിമ റിലീസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കണ്ട് ആസ്വദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയ സിനിമ വിശേഷം ഞാൻ വരാം. ബൈ.